ഓം ശ്രീ ആഞ്ജനേയായ നമ. MSP4 ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. 2026 വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. മേടക്കൂർ നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം ഇവർക്ക് വ്യാഴമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. 2026 ജൂൺ 2-ന്, അതായത് കൊല്ലവർഷം 1201 ആണ്ട്, ഇടവം 19 ചൊവ്വാഴ്ച ദിവസം, മൂലം നക്ഷത്രം ഈ സമയത്ത്, അതായത് വെളുപ്പിനെ 1:48 AM ഈ സമയത്താണ് മിഥുന രാശിയിൽ നിൽക്കുന്ന വ്യാഴം കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നത്. 2025 മെയ് മാസം 14 മുതൽ മിഥുന രാശിയിൽ തുടരുന്ന വ്യാഴം കർക്കിടക രാശിയിലേക്ക് ജൂൺ 2-ന് 2026 ജൂൺ 2-ന് ചൊവ്വാഴ്ച ദിവസം സംക്രമിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കർക്കിടക രാശി എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. അതായത് വ്യാഴം ഫുൾ പവറിൽ നിൽക്കുന്ന രാശിയാണ് കർക്കിടക രാശി. 12 വർഷത്തിന് ശേഷമാണ് വീണ്ടും കർക്കിടക രാശിയിലേക്ക് വ്യാഴം എത്തിച്ചേരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ചില നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. ചില നക്ഷത്രക്കാർക്ക് ദൈവാധീനം ആർജിച്ചെടുക്കേണ്ട സമയം കൂടിയാണ് വരാൻ പോകുന്നത്. ഒരു രാശിയിൽ 1 വർഷമാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പം മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. മേടക്കൂർ നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം നക്ഷത്രക്കാർക്ക് ഈ വ്യാഴം കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ 4-ാം ഭാവത്തിലേക്കാണ് വ്യാഴം സംക്രമിക്കുന്നത്. അതുപോലെ തന്നെ 9-ാം ഭാവത്തിന്റെ അധിപനും 12-ാം ഭാവത്തിന്റെ അധിപനുമായ വ്യാഴം 4-ാം ഭാവത്തിലേക്ക് വരുന്നു. മാതാ സുഹൃത് മാതുല ഭാഗിനെയോ ക്ഷേത്രം സുഖം വാഹനമാസനം ലാളിത്യമംഭം ശയനം വൃദ്ധി പാശ്വാധികം ജന്മഗൃഹം ചതുർത്ഥാൽ എന്നാണ് 4-ാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ 9-ാം ഭാവം ഭാഗ്യസ്ഥാനവും ഭാഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഉന്നമനവും നേടാനും ഈ ഒരു സമയം വ്യാഴമാറ്റം നിങ്ങൾക്ക് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമാകുന്നു. നിങ്ങളുടെ ഗ്രഹനിലയിലെ വ്യാഴത്തിന്റെ സ്ഥാനം കൂടി നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള പരിഹാരം കൂടി ചെയ്തു പോകുകയാണെങ്കിൽ, വഴിപാടുകൾ കൂടി ചെയ്തു പോകുകയാണെങ്കിൽ വളരെ അനുകൂലമാക്കി നല്ല രീതിയിലുള്ള ദൈവാധീനം ആർജിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കുന്ന സമയം കൂടിയാണ് വരാൻ പോകുന്നത്. വളരെ അനുകൂലമായിട്ടുള്ള സമയം. 4-ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് കൊണ്ട് തന്നെ കുടുംബ സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. പ്രത്യേകിച്ച് മാതാവിന്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, ട്രീറ്റ്മെന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ തൃപ്തികരമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. അതുപോലെ കുടുംബ വിഹിതം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേരിലേക്ക് അങ്ങനെ എഴുതി കിട്ടാനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല ദൈവാധീനമുള്ള സമയമാണ്. ഫിനാൻഷ്യൽ പ്ലാനിങ്, സാമ്പത്തികപരമായിട്ടുള്ള അലോക്കേഷൻസ് കാര്യങ്ങൾ, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനൊക്കെ നല്ല ദൈവാധീനമുള്ള സമയം. ഭാഗ്യ സംബന്ധമായിട്ടുള്ള നല്ല ദൈവാധീനമുള്ള സമയമാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പുതിയതായിട്ട് ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാനും, ബിസിനസ് പുതിയതായി തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്കുള്ള തീരുമാനങ്ങൾ എടുക്കാനും, അങ്ങനെ പോയ കസ്റ്റമേഴ്സിനെയൊക്കെ തിരിച്ച് ലഭിക്കാനുള്ള ഭാഗ്യവും എല്ലാം മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതായിരിക്കും. വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ദിവസവും വ്യാഴ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ദേവാനാഞ്ച ഋഷീനാഞ്ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം. ഈ വ്യാഴമന്ത്രം ദിവസവും ജപിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ നല്ല രീതിയിലുള്ള ഉന്നമനത്തിന് വ്യാഴത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നതുമായിരിക്കും. അതുപോലെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകുന്ന സമയം. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും, കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയവും. അതുപോലെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല സമയമാണ് വരാൻ പോകുന്നത്. ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള
കലഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറി നല്ല സ്നേഹം നിറഞ്ഞ സമാധാനപരമായിട്ടുള്ള സമയമാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം അനുകൂല സ്ഥാനത്തേക്ക് വരുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല സമയം. അതുപോലെ പ്ലോട്ട് കാര്യങ്ങൾ, വസ്തു കാര്യങ്ങളൊക്കെ മേടിക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ല ദൈവാധീനമുള്ള സമയമാണ് വരാൻ പോകുന്നത്. വ്യാഴമന്ത്രം ദിവസവും ജപിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. മാസത്തിൽ ഒരിക്കൽ വിഷ്ണു ക്ഷേത്ര ദർശനത്തില് പാൽപായസം വഴിപാട് നടത്തുന്നതും പറ്റുമെങ്കിൽ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ്. അതുപോലെ മഞ്ഞപ്പട്ട് വഴിപാടായിട്ട് സമർപ്പിക്കുന്നതും നെയ് വിളക്ക് വഴിപാടായിട്ട് സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. വിഷ്ണു മന്ത്രം ജപിക്കുക, നരസിംഹ ക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈവെണ്ണ വഴിപാട് നടത്തുന്നതും വളരെ ഉത്തമമാണ്. അപ്പൊ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ വ്യാഴം നല്ല അനുഗ്രഹ സ്ഥാനത്തേക്കാണ് വരാൻ പോകുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതി അതിന്റെ കാര്യങ്ങൾ നോക്കി കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരണമെങ്കിൽ ആ ഒരു ജനന സമയം എന്റെ വാട്സപ്പ് നമ്പറിലോട്ടൊന്ന് അയച്ചു തരികയാണെങ്കിൽ, അതല്ലെങ്കിൽ ഗ്രഹനില കറക്റ്റായിട്ട് വാട്സപ്പ് നമ്പറിലോട്ടൊന്ന് അതിന്റെ ഫോട്ടോ അയച്ചു തരികയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ വ്യാഴത്തിന്റെ, അതായത് ജനന സമയം വെച്ചുള്ള വ്യാഴത്തിന്റെ സ്ഥിതി നോക്കിക്കൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള പരിഹാരം പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്കും ഡയറക്റ്റ് ആയിട്ട് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം. അപ്പം മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം നല്ല അനുഗ്രഹ സ്ഥാനത്തേക്ക് തന്നെയാണ് വരുന്നത്. കുടുംബത്ത് നല്ല രീതിയിലുള്ള ഉന്നമനം പ്രതീക്ഷിക്കാവുന്ന നല്ല സമയമാണ്. ഭാഗ്യപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ സഹോദര സംബന്ധമായിട്ടുള്ള അങ്ങനെ സഹായങ്ങളെല്ലാം പ്രതീക്ഷിക്കാൻ പറ്റിയതുമായിട്ടുള്ള നല്ല സമയം. ഈ നക്ഷത്രക്കാരുടെ മാതാവിന്റെ സഹോദരങ്ങൾക്കും നല്ല സമയമാണ് കാണിക്കുന്നത്. അങ്ങനെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ല തൃപ്തികരമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും അവരുടെ മാതാവിനും മാതാവിന്റെ സഹോദരങ്ങൾക്കും നല്ല സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് മേടക്കൂർ നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ മാറ്റവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, പരിഹാരങ്ങൾ, അങ്ങനെയുള്ള വഴിപാടുകൾ കാര്യങ്ങളെല്ലാം ചെയ്യുക. പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസം കൂടുതൽ പ്രാധാന്യം നൽകുക. വ്യാഴമന്ത്രം ജപിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ക്ഷേത്ര ദർശനം, തുളസിമാല വഴിപാടായിട്ട് നടത്തുന്നതും വളരെ ഉത്തമമാണ്. ഇത്രയുമാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട നക്ഷത്രഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.